EMI മുടങ്ങിക്കഴിഞ്ഞാൽ ജയിൽ ശിക്ഷ ഉണ്ടാവുമോ എന്ന് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. ഒരിക്കലുമില്ല. EMI മുടങ്ങിക്കഴിഞ്ഞാൽ ജയിൽ ശിക്ഷയൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ലോൺ ഡീഫോൾട്ട് എന്ന് പറയുന്നത് സിവിൽ കേസാണ്, അത് ക്രിമിനൽ കേസല്ല. സോ EMI മുടങ്ങിക്കഴിഞ്ഞാൽ ജയിൽ ശിക്ഷയൊന്നും ഉണ്ടാവില്ല. രണ്ടാമത് പറയുന്നത് EMI മുടങ്ങിക്കഴിഞ്ഞാലുള്ള ബാങ്കിൻ്റെ സൈഡിൽ നിന്നുള്ള ലീഗൽ ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം അവർ ചെയ്യുന്നത് അവർ നിങ്ങൾക്ക് SMS ചെയ്യും. രണ്ടാമതായി അവർ നിങ്ങളെ കോൾ ചെയ്യും. പിന്നെ അവർ റിമൈൻഡേഴ്സ് അയച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് അടുത്ത് ഉണ്ടാകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ലീഗൽ നോട്ടീസ് അയക്കും. ഇതായിരിക്കും ബാങ്കിൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന ലീഗൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തതായി പറയുന്നത് EMI മുടങ്ങിക്കഴിഞ്ഞാൽ സിബിൽ സ്കോറിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബാധിക്കും. EMI മുടങ്ങിക്കഴിഞ്ഞാൽ സിബിൽ സ്കോറിനെ ബാധിക്കും. അത് നിങ്ങളുടെ ഫ്യൂച്ചർ ലോണിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നൊരു കാര്യമാണ്. ഇനി അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ റിക്കവറി ഏജൻറ്റിന് നിങ്ങളുടെ വീട്ടിൽ വരാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം EMI മുടങ്ങിക്കഴിഞ്ഞാൽ റിക്കവറി ഏജൻറ്റ് നിങ്ങളുടെ വീട്ടിൽ വരാനും നിങ്ങളോട് സംസാരിക്കാനും ഇതിൽ കോംപ്രമൈസിലോട്ട് എത്താനുമുള്ള ഒരു ഏജൻറ്റാണ്. അവർ വിടുന്ന ഒരു ഏജൻറ്റാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ വരാനും സംസാരിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ നിങ്ങളെ ഹരാസ് ചെയ്യാനോ ഉള്ള അധികാരമോ അവകാശമോ അവർക്കില്ല. അതുപോലെ അവർക്ക് നിങ്ങളെ കോൾ ചെയ്യാൻ ഉള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു കറക്റ്റ് ടൈം, അതായത് ഒരു രാത്രി കാലങ്ങളിലൊന്നും വിളിച്ച് ശല്യപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ഉള്ള അധികാരമൊന്നുമില്ല. അതൊക്കെ ഇല്ലീഗലാണ്. ഇനി അടുത്തത് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാഹനമോ വസ്തുക്കളോ ഒക്കെ ബാങ്കിന് പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പറ്റും. പക്ഷേ ലീഗലി മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം നിങ്ങളുടെ വാഹനമൊന്നും നേരിട്ട് വന്ന് അവർക്ക് പിടിച്ചെടുക്കാനുള്ള അധികാരമില്ല. ലീഗലി സ്റ്റെപ്പായിട്ട് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ EMI മുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്കിൽ പോയി സംസാരിച്ച് അതിനൊരു സാവകാശം വാങ്ങിക്കേണ്ടതാണ്. അവർ നിങ്ങളെ കോൾ ചെയ്യുമ്പോഴോ മെസ്സേജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യുമ്പോൾ അതിനെങ്കിലും തിരിച്ച് റിപ്ലൈ നോട്ടീസെങ്കിലും കൊടുക്കേണ്ടതാണ്. അല്ലാതെ ബാങ്കിനെ ഇഗ്നോർ ചെയ്യരുത്. നിങ്ങൾ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോവുക. ഇതാണ് EMI മുടങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു ലീഗൽ പ്രൊസീജിയേഴ്സ്.